Mic check. Ladies and gentlemen, welcome to Harshad and Indu Chechi's Sangeet Night. പാട്ടുകൾ ഓങ്ങനെ യോജി ചാടാക്കലടി ഇവിടുത്താണ് മൈക്കൊടുത്ത് ഞാൻ തന്നെ എടുക്കാം. ഇന്ദു തന്നെ ഇട്ടു ഹർഷട്ടോ रात बराती कंधा गोठे टप टप के जाना रात बराती कंधा गोठे टप टप के जाना तू सौखा समझे लगिया दौड़ निभाना दुनिया में सितारे है चांद सिकड़ा क्या कहना उसका आफरी दावत में जैसे वो शाही टुकड़ा उसके जैसी न कोई नाज़नी देख लो बिना जोड़ तो है तुझे पतंग देख लो सोनिया पे रंग देख लो बिना जोड़ तो है तुझे पतंग देख लो शर्माई से पागल है जो बैठी है दुल्हन की वही तो मेरी स्वीट हार्ट है शाही जोड़ा पहन के आई जो बंधन की वही तो मेरी स्वीट हार्ट है നിന്നെങ്ങനെ പേടിച്ചോണെന്നുള്ള രസമുണ്ട്. Can you handle me? എന്തായാലും നിക്ക കുറച്ചു നേരായിട്ട് ഞാൻ ശ്രദ്ധിക്കാം. ഇഞ്ചി കടിച്ച് അണ്ണാനെ പോലെ. ആര്? ഞാനോ? അല്ല ഞാൻ. അതെ, എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയണ്ട്. എന്നിട്ട് അതൊക്കെ കേട്ടിട്ട് നീ മിണ്ടാവുന്നോ? നിന്റെ വാൽ എന്താ കുലുക്കിട്ടായിരുന്നു? രണ്ടെണ്ണം ഇങ്ങോട്ട് പറഞ്ഞ നാലെണ്ണം അങ്ങോട്ട് പറയണമെന്ന് ഞാൻ പഠിപ്പിച്ചെന്നല്ലേ? പറയണമെന്നുണ്ടായിരുന്നു, പക്ഷെ എന്റെ വായന നിങ്ങൾ പുറത്തേക്ക് വരണ്ടേ? ശ്വാസം വന്ന എന്റെ ഭാഗ്യം. സ്വാഭാവികം. സത്യം പറഞ്ഞ ആ തിവാരി അടുത്തേക്ക് വന്നപ്പോണ്ടല്ലോ എന്റെ വയറ്റിന്ന് ഗുളുകുളൂന്ന് പറഞ്ഞ് എന്തോ ഉരുണ്ട് കേറി വരായിരുന്നു. ഗുളുകുളു അത് നിനക്ക് വിശന്നിട്ടായിരിക്കും. ഏയ് അതൊന്നല്ല, ഇത് നല്ല സുഖം ഉണ്ടായിരുന്നു. ഇത് നീ പേടിച്ചില്ല, വേറെന്താ? എനിക്ക് പേടുന്നില്ല, അത് ഞങ്ങൾക്കറിയാലോ. അത് പിന്നെ ആ സമയത്ത് ഓ നല്ലേട്ടയാ, നീ ഒന്നാമത് എന്റെ ചേട്ടനോട് കുറച്ച് ക്ലോസ് ആകാൻ നോക്ക്. എന്തിനും? പേടി മാറ്റാൻ. അല്ലാണ്ട് ഇങ്ങനെ പോയി ശരിയാകും? നിങ്ങൾ തമ്മിൽ ക്ലോസ് ആയ നിനക്ക് പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഐഡിയ എങ്ങനെയുണ്ട്? അത് ശരിയാണ്. എന്നാ നീ ജീവിതകാലം മൊത്തം പേടിച്ചോണ്ടിരിക്കലേ ഉണ്ടാവും. നോക്കിയത് മോൾട്ടിയ, നിന്നെ പേടിപ്പിക്കാൻ എന്റെ തട ഇനി വരും.
യോജി അതുകൊണ്ടാ പറഞ്ഞ ക്ലോസ് ആവാൻ നോക്കാൻ. അങ്ങനെ പറയുമ്പോഴേക്ക് ക്ലോസ് ആവാൻ പറ്റുമോ? ഞാൻ വിചാരിച്ച എന്താ നടക്കാതെ എല്ലാം മടക്കി ചുരുട്ടി കൈ തിരിഞ്ഞ് യോജിയാ പറയണേ. पंजाबी कोई चिक माहिया क्यों तू खिड़की दे बैठी शर्माए वरांडे उते दिख माहिया ഡാ, മറ്റേ കാര്യം ചോദിക്കും. ഞാൻ നീ ചോദിക്കടാ, നീ ചോദിക്കടത്തണ്ടി. ഓ ഓ ഡാ അൻവിത്തേ, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഈ ഇടയായിട്ട് ചെറിയൊരാഗ്രഹം. എന്ത്? അത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും നിന്റെ കൈ കൊണ്ടുണ്ടാക്കിയ ഫുഡ് കഴിക്കണം. പണ്ട് നീ ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നെ ടേസ്റ്റ് ഇപ്പോഴും എന്റെ വായന്ന് പോയിട്ടാണ്. അത്രയ്ക്ക് ടേസ്റ്റ് ആയിരുന്നല്ലോ. ഇപ്പൊ ഒന്നോട് കഴിക്കണം എന്നൊരു പൂതി. അതിന് ഞാനപ്പോ ഉണ്ടായി തന്നു. ഓ, നിനക്കോർമ്മയില്ലേ നമ്മള് 3 പേര് അന്ന് ക്യാമ്പിന് പോയപ്പോ ഉണ്ടാക്കി തന്നത്? എനിക്ക് ഓർമ്മയുണ്ട്. അതിന് ഒന്നോട് ഉണ്ടാക്കി തരാം. അല്ലെങ്കിലും നീ നമുക്ക് മാത്രമായിരുന്നല്ലോ പണ്ട് ഉണ്ടാക്കി തരാറ്. ഇപ്പോഴും അതുപോലത്തെ സ്നേഹമുണ്ടോ നോക്കട്ടെ. ഇപ്പോഴും അല്ല, നാളെ മതി. നിങ്ങൾക്കൊന്നും വേറെ പണിയില്ലേ? അപ്പൊ നീ ഉണ്ടാക്കി തരില്ല? സൗകര്യമില്ല. ഓഹോ, കണ്ടോ അങ്ങനെ സൗകര്യമില്ല. ഇപ്പൊ മനസ്സിലായില്ലേ? നീ അതൊന്നും ഉറപ്പിക്കാനായില്ല. ഇനി എന്ത് ഉറപ്പിക്കാനായില്ല? മിണ്ടാ നിക്ക്, ഒന്നുകൂടെ ചോദിക്കാം. ഇനി നീ വേണം ചോദിക്കും. ഏയ് അപ്പോ നട്ടപ്പാതിരക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ സൗകര്യം ഉണ്ടായിരിക്കില്ലേ? അമ്മേ, തീർന്നു. നിന്റെ കാര്യം തീർന്നു. ഉണ്ടെങ്കിൽ പറഞ്ഞു കേട്ടു. ഇപ്പോൾ അതിനുണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതിന് കൺഫേം ആയില്ലല്ലോ. ഞാൻ നേരിട്ട് ചോദിക്കുന്നു. നീറേ അപ്പൊ നീ രാത്രി ഇപ്പൊ ടൈമായിട്ടില്ല. മോനെ എന്ത്? ഹേയ് അങ്കിൾ. ദേവങ്കിൾ, എല്ലാരും ഒരുമിച്ച് തന്നെ ഉണ്ടല്ലോ. പിന്നല്ലാതെ. ഹൗ ആർ യു? ടോട്ടലി ഫൈൻ. അങ്കിളിനോ? ഞാനും ഹാപ്പിയാണ്. എന്നെ കണ്ടു തോന്നുന്നില്ലേ? ഓഫ് കോഴ്സ്. കമ്പനിയിലെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നടാ? ഞാനൊരു ദിവസം അങ്ങോട്ട് വരാനിരിക്കായിരുന്നു. നന്നായിട്ട് പോകുന്നുണ്ടല്ലോ. I'm really proud of you guys. സത്യം പറഞ്ഞ എന്റെ ബിസിനസ് മേറ്റ്സ് നിങ്ങളെ പറ്റി പറയുന്നത് കേൾക്കണം. കോരി തെറിച്ചു പോകും. എന്തായാലും എന്റെ ഡിസിഷൻ തെറ്റായില്ലെന്ന് എനിക്ക് അന്നേ ഉറപ്പായിരുന്നു. ഹായ് ദേവങ്കിൾ. യോജി, കൊറേ നേരം നിന്നെ കണ്ടിട്ട്. നല്ല സുന്ദരമായിട്ടുണ്ടല്ലോ. ആണോ അങ്കിൾ? പിന്നല്ലാതെ ആരായാലും നോക്കി പോലെ. അങ്കിൾ, ലയ വന്നില്ല? കൊണ്ടുവരായിരുന്നില്ലേ? അവൾ യോജി, I'm here. കുരുട്ടടക്ക് ഇവിടെ ഉണ്ടായിരുന്നു. ഓ യോജി, you missed me, right? പിന്നെ ഹേയ് അന്തി, ഞാൻ നിന്നെ എത്ര കോൾ ചെയ്തു? Why didn't you answer? ശ്രദ്ധിച്ചില്ല. ഓ ഇല്ല. ലോങ് ടൈം നോ സീ. നീര, ലോങ് ടൈം നോ സീ. I really missed you. നീ ഇല്ലാതെ it was no fun. അറിയാം. ജയ, നീ ഇവിടെ? ഞാൻ ഇന്നലെ വന്നു. യെസ്റ്റർഡേ? എല്ലാവരും യെസ്റ്റർഡേ വന്നോ? എന്നെ വിളിക്കായിരുന്നില്ലേ? ഞാനും വരായിരുന്നല്ലോ. എന്തിന്?
Anyway, now I'm here. Daddy, ഞാൻ ഇന്ന് ഇവിടെ സ്റ്റേ ചെയ്യാം. നിനക്ക് വേറെ പണിയൊന്നില്ലേ? What? I mean, work? ഇല്ലല്ലോ. അത് ശരിയാ. ഏത് സമയം പാർട്ടിയും ട്രിപ്പ് അടിച്ച് നടക്കുന്ന ഇവൾക്ക് എന്ത് വർക്ക്? എന്തായാലും ഇതിന് ഇവിടെ നിർത്തിയ ശരിയല്ല. മിക്കവാറും ഞാൻ ഇവിടെ തള്ളിക്കൊല്ലും. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ടല്ലോ, ഇവിടെ റൂമില്ല. പക്ഷെ ഒപ്പിക്കാം. മോനെ നീരവേ, ഞാൻ നിന്റെ അച്ഛനെ ഒന്ന് കണ്ടിട്ട് വരാം. മോളെ ഡാഡി അവിടെ ഉണ്ടാവും കേട്ടോ. ഓക്കെ ഡാഡി. ജിമിൻ, എനിക്ക് നിന്നോട് കുറച്ച് ടോക്ക് ചെയ്യാനുണ്ട്. ഓ, അതിനെന്താ? By the by, you look so hot today. താങ്ക് യു. യു ടു. കാട്ടുകൂടി എന്നെ നോക്കുന്ന കൂടില്ല. അവളോട് ഹോട്ടുന്നു. I know. Yoonji, if you don't mind, can you give us some privacy? യുജി ഒന്നുകൂടി അല്ലേ? അവളുടെ അമ്മൂമ്മയുടെ പ്രൈവസി അവൾ ആരാണ് അവളുടെ വിചാരം? ഞാൻ അറിയാത്ത എന്ത് കാര്യമാണ് ജീവനോട് പറയാനുള്ളത്? അത് കേട്ട് നിൽക്കാൻ വേറൊരു കാറ്റാസി. ഇരിക്കുന്നു നോക്ക്. എന്നോട് എപ്പോഴെങ്കിലും ഇങ്ങനെ ചിരിച്ചിട്ടുണ്ടോ? തുടങ്ങി. യൂജി നടന്ന് ആൾക്കാരെ ശ്രദ്ധിക്കുന്നു. നീ ഒച്ച വെച്ചിട്ട് എന്ത് കാട്ടാനാ? സഹിക്കുന്നില്ലടാ. അത് സംസാരിക്കല്ലേ, സംസാരിച്ചു കഴിഞ്ഞിട്ട് പോയിക്കോളും. എനിക്ക് ഉറപ്പാ ഇവിടെ രണ്ടു കാലം തോന്നിക്കുക. ഒന്നെങ്കിൽ എന്റെ വീട്ട അല്ലെങ്കിൽ ജിമ്മേന്റെ വീട്ട. ഇത് രണ്ടു ദിവസം വെക്കില്ല. യോജിയ പറയണം. അങ്ങനെ ഇന്ദോടെ കല്യാണമായി. ഇനി അടുത്ത താരതാ കാവ്യ. അതിപ്പോഴൊന്നും ഇവിടെ ആരും ആലോചിക്കൊന്നും കൂടെയില്ല. നമ്മുടെ നീരവന് പെണ്ണിനെ വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതിട്ടോ. നല്ല അസല് പെൺകുട്ടിയാണ് ഞാൻ കൊണ്ടുതരാം. അവനിപ്പോ ഒന്നിനോട് താല്പര്യമില്ലെന്നാ പറയുന്നത്. ഇനി ഉണ്ടെങ്കിൽ തന്നെ അവൻ ഇഷ്ടമുള്ളത് ഞങ്ങൾക്കും ഇഷ്ടമാവും. അല്ല, യോഞ്ചി എന്താ ചെയ്യുന്നേ? അവിടെ തിവാരി ഫാഷൻ കമ്പനിയിൽ വർക്ക് ചെയ്യുവാ. അതെന്തു പറ്റി? നിങ്ങൾക്ക് സ്വന്തമായിട്ട് കമ്പനി ഉള്ളപ്പോ എന്തിനാ മറ്റാളുടെ കമ്പനി പോയി വർക്ക് ചെയ്യാൻ വിടുന്നത്? ഇനി കമ്പനിയിൽ എന്തെങ്കിലും പ്രോബ്ലം? ഹേയ്, പ്രോബ്ലം ഒന്നുമില്ല. അവൾക്ക് അവിടെ ഇഷ്ടമാണെന്ന് പറഞ്ഞു വിട്ടു. മാത്രല്ല, അത് അന്യത്തിന്റെ ജമിനെ കൂടെ കമ്പനിയല്ലേ. അവർ ഞങ്ങളുടെ മക്കളെ പോലെ. അതുകൊണ്ട് ഞങ്ങൾക്ക് അതൊരു ആശ്വാസം. നിങ്ങൾ ഇങ്ങനെ അവരെ അവരുടെ ഇഷ്ടത്തിന് വിട്ടാൽ എങ്ങനെ ശരിയാവുന്നേ? ഇപ്പോഴത്തെ പിള്ളേരാ, എപ്പോ എവിടെ ചെന്ന് പെടുമെന്ന് നമുക്ക് പോലും പറയാൻ പറ്റില്ല. അവരെ കണ്ണടച്ച് വിശ്വസിക്കാനും പറ്റില്ല. നമ്മളറിയാതെ എന്തൊക്കെ ചെയ്തു കൂട്ടുന്ന ആരുണ്ടു? ഫോർ എക്സാമ്പിൾ, നമ്മുടെ നീരവനെ തന്നെ എടുക്കാലോ. അവൻ എവിടെയായിരുന്നു ഈ 2 വർഷം? ഇതേപോലെ ഒറ്റയ്ക്ക് വിട്ടവന്റെ കഴുപ്പില്ല കാണിച്ചു കൂട്ടിയെ. ഒരു പെണ്ണ് കാരണം എന്തൊക്കെ മാറ്റങ്ങളാ വന്നേ. അന്ന് കുറച്ച് സ്ട്രിക്റ്റ് ആയിരുന്നേ എന്നെ കാണുന്ന പോലെ ഉണ്ടാവോ? ആന്റി എന്താ പറഞ്ഞു വരുന്നു? മോനെ ബബ്ലു, എന്തു മാറ്റം വന്നെന്നാ ഈ പറയുന്നേ? ഈ നീര് അന്നും ഇന്നും ഒരുപോലെ തന്നെ. അത് മോനെ ഞാൻ പിന്നെ മിസ്റ്റേക്സ് ചെയ്യാണ്ട് ജീവിക്കുന്നവർ ആരെ ഈ ലോകത്തുള്ളത്? ലൈഫിൽ അതൊക്കെ സർവ്വസാധാരണ. ഇത്ര കാലം ജീവിച്ചിട്ട് ആന്റിക്ക് ഇതൊന്നും അറിയില്ലേ? പിന്നെ 2 വർഷം മുന്നത്തെ കാര്യം, അത് ഞാൻ അങ്ങ് സഹിച്ചു. അതോർത്ത് എന്റെ ജീവിതം സ്പോയിൽ ആവാനൊന്നും പോകുന്നില്ല. അതൊക്കെ ഒരു എക്സ്പീരിയൻസ് അല്ലേ. എനിക്കും എന്റെ പാരന്റ്സിനും ഇല്ലാത്ത വിഷമം നിങ്ങൾക്കെന്തിനാ? നിങ്ങൾ നിങ്ങളുടെ കാര്യം മാത്രം നോക്കുന്നതായിരിക്കും നന്നാവുക. ഇനി ഇങ്ങനത്തെ ഓരോ ഉപദേശങ്ങളായിട്ട് ഇങ്ങോട്ട് വരണമെന്നില്ല. ഞാൻ പോവാം. നീരവ്, എത്ര കാലം വെച്ചാ സഹിക്കുന്നത്? ഓരോ ഉപദേശങ്ങളായിട്ട് വന്നോളൂ. ഇതിനൊരു അന്ത്യം വേണ്ടേ? അതിപ്പോ നടത്തിയെന്ന് വേണം. നിങ്ങൾ എന്തൊക്കെ കേട്ട് നിൽക്കണോ? നീരവ്, നീ ചെയ്തത് ശരിയല്ല. അവരിപ്പോ കീറി വളർത്തി ഉണ്ടായിരുന്നുള്ളൂ. ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതിയായിരുന്നു. അച്ഛനും കണക്കാം മോനും കണക്കാം. നിനക്കെന്തടി വിഷമല്ല? എനിക്കെന്ത് വിഷമം? എന്താ വെച്ചാ ചെയ്.
മൂട് പോക്കാനായിട്ട് ഓരോരുത്തർ വന്നോളൂ. മഴക്കാറുണ്ടെന്ന് തോന്നുന്നു. അമ്മേ, അയ്യോ എന്താണോ? എന്താണ് ഇപ്പൊ പേടിച്ചതേ? നീ എന്തിനാ ഇപ്പന്നെ തൊട്ടെ? പൂതിയിട്ട്. ഓഹോ, നിന്നെ പറഞ്ഞിട്ടും കാര്യമില്ല. ആരായാലും പൂതിച്ചു പോവും. അങ്ങനെയാണല്ലോ എന്റെ ഈ ബോധി. അതുകൊണ്ടൊന്നല്ല, ഞാനൊരു കാര്യം പറയാൻ വന്ന. എന്ത് കാര്യം? അത് സോറി. സോറിന്ന് എന്താ കേട്ടില്ലേ? സോറി. ഇനി ഇത് വേറെ ഭാഷ തെറിവല്ലതാണോ? അത് ഞാൻ തന്നെ കുത്തിയില്ലേ, അതുകൊണ്ട് പറഞ്ഞു. ഓ, കുറ്റബോധമുണ്ട് അല്ലേ? ഇത് ഇവളുടെ പുതിയ ഇടം, വീണ് കൊടുക്കരുത്. നിന്റെ ഈ ഓളെ സോറി കൊണ്ട് എന്റെ മനസ്സലിക്കാനൊന്നും നോക്കണ്ട. നീ ഇനി എത്ര സോറി പറഞ്ഞാലും ഞാൻ നിന്നോട് ഒരിക്കലും ശ്രമിക്കില്ല. നീ എന്താ വിചാരിച്ചേ? നിന്റെ ഒരു കുത്തുകൊണ്ട് ഞാൻ 2 ദിവസം കിടപ്പിലാവുന്നതാണോ? അതൊക്കെ എനിക്ക് വേറെ തോണ്ടല്ല തുല്യ. എന്തായാലും ഞാൻ നിന്നെ ഒന്ന് കാണാനിരിക്കായിരുന്നു. നീയായിട്ട് എന്റെ മുന്നിൽ വന്ന് നന്നായി. നീ നീരസന്തനെ തോണ്ടിയ സ്ഥിതിക്ക് നിന്നെ ഞാൻ അങ്ങനെ വെറുതെ വിട്ടാൻ ഉദ്ദേശിക്കുന്നില്ല. എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഞാൻ നിന്നെ കൊണ്ട് ഞാൻ വരപ്പിക്കടി, അത് മൂക്കുണ്ട്. അത് കണ്ട് ഞാൻ അവിടുന്ന് അട്ടഹാസിക്കടി. നിർത്തണോ? കുറെ നേരം ഇങ്ങനെ സഹിക്കുന്നു. അത്രയ്ക്ക് ആഗ്രഹമുണ്ടെങ്കിലേ വരപ്പിച്ച് കാണിക്കണം. ഞാനൊരു കുത്തി വേദനിപ്പിച്ചെല്ലാം ഓർത്ത് സോറി പറയാൻ വന്നപ്പോ ഞാനെന്റെ നെക്കിന് തീർന്നു. അല്ലെങ്കിൽ തന്നോട് സോറി പറയാൻ എന്താവശ്യം എനിക്കാണ്? താനല്ലേ വേണ്ടാത്തൊക്കെ പറഞ്ഞിട്ട് എന്റെ അടുത്തേക്ക് വന്നത് അല്ലേന്ന്? അല്ലേന്ന്. അതുകൊണ്ടല്ലേ ഞാൻ കുത്തിയത്. എന്നിട്ട് സോറി പറയണത് ഞാനാണോ? താനല്ലേ? താനല്ലേന്ന്. പിന്നെ എന്ത് നോക്കി നിക്ക? പറയണോ? സോറി. ഗുഡ്. താൻ പറഞ്ഞത് വളരെ കറക്റ്റാ. ഇത് ഈ ജൂഹിയുടെ വെറും തോണ്ടല് മാത്രം. മേലെ നിങ്ങൾ ഒന്നങ്ങ് ആഞ്ഞു തന്നാലുണ്ടല്ലോ, താൻ ഈ ഭൂലോകത്തുള്ള എല്ലാ നക്ഷത്രങ്ങളും എണ്ണും. ജൂഹി അടിച്ച താങ്കമാട്ടെ 4 മാസം തൂങ്കമാട്ടെ. കേട്ടോ ബബ്ലു? ഡേയ് ഓടാ. Over the house, don't wanna see you there. Cause you piss me off and tease me there. Then you cross the line, baby, I'll shoot you down. Don't you ever think I'll fall for you, I'll knock you out. അയ്യോ മഴ. ഹായ് മഴ. ഹർഷിത, എന്റെ എത്ര വലിയ ആഗ്രഹമായിരുന്നോ നമ്മുടെ വെഡിങ്ങിന് മഴ വീഴുന്നു, അതും രാത്രി. ഐ ലവ് യു ഹർഷിത. I love you too. എന്തായാലും നിക്കാണോ എന്തോ. പോണോ? ചെല്ല് ചെല്ല് ചെല്ല്, പോയി സംസാരിക്കേ. 5 മിനിറ്റ് മതി. അത് കഴിഞ്ഞ് നിന്നെ ഇങ്ങോട്ട് കണ്ടില്ലെങ്കിൽ ഞങ്ങളങ്ങോട്ട് വരാം. നോക്കി നിൽക്കാൻ എന്തെങ്കിലും പറയണം. ഓൾ ദി ബെസ്റ്റ്. ദൈവമേ, എന്റെ ടേനെ കാത്തോടെ.
ചേച്ചി എനിക്ക് നിങ്ങളെ പറ്റി അങ്ങനെ ഓടിച്ചിട്ട് തന്നെ. ഹായ്. നല്ല മഴ അല്ലേ? നിനക്കെന്താ ഇപ്പൊ വേണ്ടേ? ഞാൻ ചുമ്മാ മഴയാണോ വന്നത്. ഫ്രാൻസിൽ വന്നിട്ടുള്ള എന്റെ ആദ്യത്തെ മഴ. സാർ എന്തിനാ ഇവിടെ ഒറ്റയ്ക്കുന്ന? എന്നെ പോലെ മഴ ആസ്വദിക്കാൻ വന്നത്? എന്തേലും വിഷമമുണ്ടോ? അല്ല, കണ്ടിട്ടങ്ങനെ തോന്നി. മൈൻഡ് യുവർ ഓൺ ബിസിനസ്. മനസ്സിന് വിഷമമുണ്ടെങ്കിൽ അത് വേറൊരാളോട് ഷെയർ ചെയ്യുമ്പോ കുറയുന്ന പറയാറ്. സൗണ്ടിനാണെങ്കിൽ എന്നോട് നീ വന്ന കാര്യം എന്താന്ന് വെച്ചാ പറഞ്ഞിട്ട് പോ. ഞാൻ പറഞ്ഞില്ലേ മഴ കാണാവുന്നതാ. എന്നിട്ട് കണ്ടു കഴിഞ്ഞു. എന്നാ അത് നോക്കി മിണ്ടാ നിക്ക്. ഓക്കെ. कुछ कहूँ या ना कहूँ, तुम मुझको सदा सुनते रहना। बस इतना है तुमसे कहना, बस इतना है तुमसे कहना, बस इतना है तुमसे कहना, बस इतना है तुमसे कहना. നീ മഴയാണ് ആസ്വദിക്കുന്നത് അതോ എന്നെയോ? രണ്ടും. ഐ മീൻ നമ്മളെ ചുറ്റിലും ഭംഗിയുള്ളതൊക്കെ ആസ്വദിക്കാനുള്ളതല്ലേ? हवाओं में लिपटा हुआ मैं गुजर നീ എന്തായാലും ഫ്ലോട്ട് ചെയ്യാനൊക്കെ को छू के, अगर मन हो तो रोक लेना. സത്യം പറഞ്ഞ इन लबों ശരിക്കും അതിന് നീ എന്തിനാ ഇങ്ങനെ വിറയ്ക്കുന്നത്? അത് തണുത്തിട്ട. हुआ मैं അല്ലാണ്ട് പേടിച്ചിട്ടല്ല. ആർക്ക് പേടി? എന്ത് പേടി? പേടിയാണെങ്കിൽ ഞാൻ 5 മിനിറ്റ് സംസാരിക്കാൻ വരും. मन हो तो रोक लेना. ठहर जाओ സംസാരിക്കാൻ വന്നതാണോ? അത് ഒരു കാര്യം ചോദിക്കാൻ. എന്ത് കാര്യം? നമുക്ക് ഫ്രണ്ട്സ് ആയാലോ? No. അപ്പോ എനിമീസാ? നിന്നെ പോലുള്ളവരൊന്നും എനിമീസാക്കാണ് ഗതികടി അന്ത്യത്തിനല്ല. പോലെ ഞാൻ പറഞ്ഞിരുന്നില്ല. അയ്യോ അമ്മച്ചി, പേടിക്കണ്ടേ, എനിക്കൊന്നും പറ്റില്ല. നോൺസെൻസ്. നോൺസെൻസോ? പോടും. വാട്ട്? ഒന്നുമില്ല. അതാരാ റോക്കറ്റ് വിട്ട പോലെ പോന്ന്? അത് ടേയാടാ, പോയി നോക്കടാ. അയ്യോ ഡേ അവിടെ നിൽക്ക്. എന്താടാ നീ എന്തിനാ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന്? നിന്നൊന്ന് കാണാൻ. നീ എവിടെയായിരുന്നു? എത്ര അന്വേഷിച്ചെന്നറിയോ? ഇന്നും നിന്നെ കാണാൻ കൂടെ കിട്ടില്ലല്ലോ. എന്താടാ മോനെ ജാനി, നിനക്കെന്നെ കാണാണ്ടിരിക്കാൻ പറ്റില്ലടാ? പറ്റില്ലെന്നേ. വാ, ഇത്രയും സ്നേഹമുള്ള ഫ്രണ്ട് വേറെ ആർക്കും ഉണ്ടാവടാ. നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പൊ എന്നെ ഇന്ന് മാത്രം കാണാൻ ഭംഗിയുള്ളൂ? അങ്ങനെയല്ലേടി, എന്നും ഭംഗിയുണ്ട്. എന്നെ കുറച്ച് കൂടിയെന്ന് പറഞ്ഞു. എന്താടാ നിനക്കൊരു സോപ്പിട്. നിനക്കാരെല്ലാം സെറ്റാക്കി തരാണ്. ഓ ഇവൻ അതിനൊന്നും നോ സീൻ. ഏത് പെണ്ണാണെന്ന് ചൂണ്ടി കാണിച്ചു തന്നാൽ മാത്രം മതി. അപ്പൊ തന്നെ ഈ വഞ്ചി സെറ്റാക്കി തരാമേ. ഓഹോ, അത് നിന്നെയാണെങ്കിലോ?
യോഞ്ചി, ഞാൻ നിന്നെ കേട്ടട്ടെ. മണ്ടത്തരം പറയാതെ പൊട്ട. ചിരിക്കാൻ പറഞ്ഞല്ല, സീരിയസ് ആയിട്ട് പറഞ്ഞു. നിന്നെ ഞാൻ കിട്ടിയപ്പോ എന്നെ ചെറുതായിട്ട് ആര് കേട്ടു? യോഞ്ചി, സീരിയസ്ലി നീ ഇതുവരെ അത് വിട്ടില്ലേ? അങ്ങനെ ഇപ്പൊ വിടാൻ പറ്റും? വിടണമെങ്കിൽ യോജി ഒന്നുകൂടി ജനിക്കണം. എത്ര കാലം വെച്ചാൽ നീ ഇങ്ങനെ പിന്നാലെ നടക്കുന്നത്? അവനും ഞാൻ ഇഷ്ടമാണെന്ന് എപ്പോഴേലും പറഞ്ഞിട്ടുണ്ടോ? ഇഷ്ടമാണെന്ന് എനിക്കറിയാം, അത് മതി. ജസ്റ്റ് ലീവ് ഇറ്റ് യോഞ്ചി. ഇല്ലാത്ത കാര്യത്തിന് ഹോപ്പ് കൊടുത്ത് നടക്കണ്ട. അവസാനം നിനക്ക് തന്നെ ഹേർട്ട് ആവുകയുള്ളൂ. ഞാൻ കയ്യുന്നൂടെ വേദനിക്കുന്നു. സോറി. നിനക്കിപ്പോ എന്താ ജിമിനായിട്ട് എന്നോട് ഫീലിങ്സ് ഉണ്ടോന്നല്ലേ? എനിക്ക് കുറച്ചും കൂടെ താണ്ട, ഞാൻ നിനക്ക് തെളിയിച്ചിടാം. എന്നാ അങ്ങനെ ആട്ടെ, തെളിയിച്ച് കാണിക്കും. കാണിക്കണം, നീ നോക്കില്ല. അയ്യോ, ഓ ഷേ, എന്റെ ഡ്രസ്. സോറി മാഡം. ഇറ്റ്സ് ഓക്കേ. പോടാ, നീ കാരണം ഇതുണ്ടായത്. ഇനി ഇത് ഞാൻ എന്ത് ചെയ്യും? അടുത്ത ഡ്രസ്സിനെന്തായാലും ആരിത്? ജിമിൻ? എന്തായിരുന്നു ഇവിടെ? വാട്ട്? ഞങ്ങള് വെറുതെ സംസാരിക്കായിരുന്നു. എന്താ ഇഷ്ടായില്ല? താൻ പേടിക്കണ്ട, അവള് തനിക്കൊരു ബുദ്ധിമുട്ടാവാണ്ട് ഞാൻ നിൽക്കണം. What do you mean? Hey, nothing. Enjoy the party. ഞാൻ എന്റെ യോജിനെ നോക്കിയിട്ട് വരാം. ജിമിൻ, എന്താ ഇവിടെ? ഏയ്, ഒന്നുമില്ല. എനിക്ക് അവനെ തീരെ പിടിച്ചിട്ടില്ല. എന്തോ അർത്ഥം വെച്ച് സംസാരിക്കുന്ന പോലെ. യോഞ്ചി, നീ ഇവിടെ നിൽക്ക, ഞാനിപ്പോ വരാം. യോഞ്ചി, माहिया ओ माहिया माहिया मेरे माहिया ओ मेरे माहिया യോഞ്ചി, മിണ്ടാതിരിക്കേ. എന്ത്? ജിമിനായിട്ട് നിന്ന് എവിടെയാണ്? നിനക്ക് ഡ്രസ് ചേഞ്ച് ചെയ്യുമ്പോൾ ഡോർ ക്ലോസ് ചെയ്യണമെന്ന് അറിയില്ലേ? എനിക്ക് വേറെ ആരാണ് വന്നെങ്കിലോ? ആര്? അത് മോളെ എന്തു പറ്റി? അയ്യോ, ആന്റി. ഇങ്ങോട്ട് വാ. എവിടുന്നല്ലോ ചേട്ടൻ? കുട്ടികളെന്തേലും ചെയ്തായിരിക്കും. ജിമിനേട്ടാ, നമ്മൾ എന്തിനാ വിളിച്ചു നിൽക്കുന്നേ? ഉണ്ടോ നിക്ക്? ആരെങ്കിലും കണ്ടിട്ട് വേണം തെറ്റിദ്ധരിക്കാൻ. ജിമിനേട്ടന്റെ അടുത്തേക്ക് വരല്ലേ, എന്റെ കൺട്രോള് പോന്ന്. ഒറ്റ അടിച്ച് തന്നാണ്ടല്ലോ.
ജിമിനേട്ടാ, ഉം? അവര് പോയി. ഏ? ആ എന്തിനടിക്കുന്നു? അല്ല, ജിമിനേട്ടൻ എന്തിനാ ഞാൻ ഡ്രസ് മാറുന്നത് കണ്ടിട്ട് എന്നെ നോക്കി നിന്ന്? ഞാനും നോക്കില്ല. ഏ? ഓ, എന്നാ എനിക്ക് തോന്നിയതായിരിക്കും. ഇനി ജിമിനേട്ടൻ എന്നെ അങ്ങനെ നോക്കിയാലും എനിക്കൊരു പ്രശ്നമില്ല. എന്റെ ഫ്യൂച്ചർ ഹസ്ബൻഡ് അല്ലേ? ഹസ്ബൻഡ് മണ്ണം കട്ട. നിന്റെ കുട്ടികളെ ഒന്ന് മാറ്റി വെച്ച് കുറച്ച് മെച്ചൂർ ആയിട്ട് ചിന്തിക്കേ. ഓ, മെച്ചൂരിറ്റി ഉള്ളതുകൊണ്ടാവും ഡോറ് നോക്ക് പോലും ചെയ്യാതെ ഉള്ളിൽ വന്ന് ഞാൻ ഡ്രസ് മാറുന്നത് നോക്കി നിന്നു അല്ലേ? ഞാൻ നോക്കിയിട്ടില്ല. ഇല്ല. ഇല്ല. നിന്റെ ഡിഗ്രി കണ്ണു കുത്തിപ്പിട്ടിരുന്നു. കുട്ടിപ്പിശാശി. അറ്റൻഷൻ പ്ലീസ് ഗൈസ്. അപ്പൊ നമുക്ക് സംഗീത ലാസ്റ്റ് ഫൈനൽ പരിപാടിയിലേക്ക് കടന്നാലോ? അതെന്ത് പരിപാടി? സംഗീതനായിട്ട് ഗെയിമില്ലാതെ എങ്ങനെ ശരിയാവുന്നേ? ഗെയിമോ? നിങ്ങളിതൊക്കെ എപ്പോ സെറ്റാക്കി? ആ, അതൊക്കെ സെറ്റാക്കി. അപ്പൊ ഗെയിമിനെ കുറിച്ച് പറഞ്ഞുതരാം. ഗെയിം മറ്റൊന്നുമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ട്രഷർ ഹണ്ട്. ട്രഷർ ഹണ്ട്? അതെ, സംഭവം സിമ്പിളാ. ഈ കാണുന്ന ബോക്സ്, അതാണ് ട്രഷർ ബോക്സ്. ടോട്ടൽ 5 കേസ് ഞങ്ങൾ ഈ വീടിന്റെ പല ഭാഗത്തായിട്ട് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതിൽ ഓരോ കീയിലും റെഡ് റിബ് വെച്ച് കേട്ടിട്ടുണ്ടോ? സോ ഈസി ടു അണ്ടർസ്റ്റാൻഡ്. വാവ്, അതിൽ ഒരു കീ കൊണ്ട് മാത്രം ഈ ട്രഷർ ബോക്സ് ഓപ്പൺ ആക്കാം. അതിനകത്ത് എന്താണ്? 2 ടിക്കറ്റ്സ്. ഫിലിം ടിക്കറ്റ്സാ? നോ, വെറും ടിക്കറ്റ്സ് അല്ല. ഐഫിൽ ടവറിന്റെ അടുത്ത് നടക്കുന്ന ബിഗ് പാർട്ടിയിലെ VIP ടിക്കറ്റ്സ്. അതൊക്കെ നിങ്ങൾ എങ്ങനെ ഒപ്പിച്ചു? അതൊക്കെ ഒപ്പിച്ചു. കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ ഗെയിം കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. ഇപ്പോ ഈ ഗെയിം കളിക്കേണ്ടത് പേരായിട്ടാണ്. ടോട്ടൽ 30 മിനിറ്റ്സ് നിങ്ങൾക്ക് തരും. അതിനിടയിൽ എത്ര കേസ് വേണമെങ്കിലും നിങ്ങൾ കണ്ടുപിടിക്കാം. 30 മിനിറ്റിൽ ഈ വീട് മൊത്തം തരണോ? ആ, ഓരോരുത്തരുടെ ലക്ക് അനുസരിച്ചിരിക്കും. പിന്നെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പൊ കീ ആർക്കും കിട്ടിയില്ലെങ്കിൽ കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ രണ്ടാളും എടുക്കും അല്ലേ ചേട്ടാ? അതെ, അതത്രേ ഉള്ളൂ. അപ്പൊ ടൈം കളയണ്ട. ആരൊക്കെ പേരെന്ന് നിങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്തു. ഞാൻ അമൃതാനോട്. ഞാനൊന്നുമില്ല. അങ്ങനൊന്നും പറയുന്നില്ല, എല്ലാരും ഉണ്ട്. അപ്പൊ ടേ അമൃത ടീം. ഞാനും ജിമ്മിലായിരുന്നു. അല്ല, ജാനോട് പോയി. അവനെന്താ ആവശ്യത്തിന്റെ പുറത്തു പോയതാ? ഓ ഹർഷേട്ടാ, നമുക്ക് കളിച്ചാലോ? എന്തിനാ എന്ത് വെറുതെ? നമുക്ക് കണ്ട് ആസ്വദിച്ച പോരെ. മതിയില്ലേ? So the game starts now. ബബ്ലു ചേട്ടാ, നമുക്ക് എവിടെ പോയി? നോക്കി നിൽക്കാണ്ട് വാടാ, എന്തെങ്കിലും ടൈമില്ല. ലെഫ്റ്റ് പോണോ റൈറ്റ് പോണോ? നീ പറ. നല്ല കാര്യത്തിന് റൈറ്റാ പഠിക്കേണ്ടത്, പക്ഷെ നമുക്ക് ലെഫ്റ്റ് പോകും. ഇവനെ കൊണ്ട് ഞാൻ എന്താക്കാം? ഒരു കാര്യം ചെയ്യാം, നമുക്ക് രണ്ടുപേർക്ക് 2 വഴി പോവാം. അതാവുമ്പോ പെട്ടെന്ന് കിട്ടുമല്ലോ. വേണ്ട, നമുക്ക് ഒരുമിച്ച് പോകും, അതാ എനിക്കിഷ്ടം. നീ എന്തിനാ എന്നെ ചൂസ് ചെയ്ത്? അത് സോറിന്റെ കൂടെ ജയിക്കുന്ന അറിയാവുന്ന സമയമില്ല, നമുക്ക് പോയാലോ? ജിന്നേട്ടാ വാ, നമുക്ക് എല്ലാം മൂലം അടിച്ചു കൊടുക്കണം, എന്നിട്ട് നമുക്ക് തന്നെ പോണം. മെല്ലെ പോയാ മതി. അവിടെ ഇവിടെ ഉരുണ്ട് വീണ് ഞാൻ എടുക്കൊന്നുമില്ല.
ആവേശം കാറ്റത്തിളകി തുള്ളി വീഴാതങ്ങനെ നില്ല. ഇതവർ എവിടെ കൊണ്ട് വെച്ചേ? തെരഞ്ഞിട്ടും കാണുന്നില്ലല്ലോ. ഇനി വേറെ ആർക്കേലും കിട്ടിക്കാണോ? ദൈവമേ, കിട്ടിക്കാണരുതേ. ചേടാ, ഒരു ക്ലൂ ചോദിക്കായിരുന്നു. അതാണ് കിളി. ആ കിട്ടിയടാ. തൊട്ടു പോകരുത്, അവിടെ വെക്കടി. അത് പറയാൻ താൻ ആരാടോ? അത് എന്റെ കിളി, മര്യാദക്കാണ് വെച്ചോ, ഇല്ല കഴിഞ്ഞ വിട്ടു. ആദ്യം എടുത്തത് ഞാനാ, അപ്പൊ അത് എന്റെയാ. ഞാനാണ് ആദ്യം കണ്ടത്, എന്നിട്ടാണ് നീ കണ്ടത്. പക്ഷെ എടുത്തത് ഞാനാണല്ലോ. അത് ഞാൻ പറയുന്നത് കേട്ടിട്ട്. ഞാനൊന്നും കേട്ടില്ല. ഇങ്ങോട്ട് കാടി. ഇങ്ങോട്ട് പാടോ, ഞാനല്ലേ ആദ്യം എടുത്തത്. വിട് നോക്കി നിൽക്കാതെ വന്ന് പിടിക്കടാ. ഈ 2 ഇഞ്ച് സാധനത്തെ ഞാൻ എവിടെ പിടിക്കാനാ ചേട്ടാ? ഇതെന്താ ഇവിടെ? ഇങ്ങോട്ട് പാടോ, ഞാനല്ലേ ഇത് ആദ്യം എടുത്തത്. പിന്നെ നിനക്ക് തന്നെ എനിക്ക് വട്ടാൻ തോന്നുന്നുണ്ടോ? പിന്നെ തന്നെ കണ്ട നോർമൽ ആണെന്ന് ആരെ പറയൂ? തരൂലെന്ന് പറഞ്ഞാൽ തരൂല. ഇന്ന് കൊണ്ട് പോടും. തന്റെ ഉണക്കി കൊണ്ട് പോയി നിൽക്കുന്നു. കഷ്ടം. ഏയ്, എങ്ങോട്ടാ പോകുന്നേ? ഇവിടുന്ന് കിട്ടിയ സ്ഥിതിക്ക് ഇനി ഇവിടെ ഉണ്ടാവില്ല. നമുക്ക് അവിടെ പോയി നോക്കാം. കമോൺ. അങ്ങോട്ടേക്കല്ല, ഇങ്ങോട്ടേക്ക്. ഇതിനെന്താ ചെവി കേൾക്കൂലേ? ഒരു ഗെയിമായിട്ട് വന്നോളൂ. അവിടെ ഒന്നും ഉണ്ടാവില്ല, ഞാൻ നോക്കിയതല്ലേ. എന്തിനാ വെറുതെ ടൈം കളയുന്നത്? നമുക്ക് അവിടെ പോയി നോക്കാം. ഇങ്ങനെ പറയുന്ന ടൈം സ്വന്തമായി നോക്കൂടെ? അതിനെന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഞാൻ ദേഷ്യപ്പെട്ടിട്ടില്ല. ദേഷ്യപ്പെടുന്നത് ഇങ്ങനെയല്ല. എന്നാ നോക്കിക്കോ, നല്ല നോക്കിക്കോ. അവിടെ എവിടെ ഉണ്ടാവും, നോക്ക് നോക്ക്. നോക്കല്ലേ? എന്നോട് സംസാരിച്ച് നിൽക്കാണ്ട് നിനക്കാടെ പോയി നോക്കൂടെ? അവിടെ ഞാൻ നോക്കിക്കഴിഞ്ഞ ഒന്നും കിട്ടിയില്ല. എന്നാ വേറെ എവിടെയെങ്കിലും പോയി നോക്ക്. കുറച്ച് സ്വൈര്യം താ. ചേച്ചീനെ പേടിയിട്ടായിരിക്കില്ലേ? ഏത് നേരത്താണ് ഇങ്ങനെ കൂടെ കൂടാൻ തോന്നി? കാട്ടുമക്കന്റെ സ്വഭാവിച്ച് നടക്കുക. കിട്ടി. കിട്ടി. എനിക്ക് അപ്പളേ അറിയുന്നു സാറ് നോക്കിയാ കിട്ടുന്നു. ഇനി ഇത് അവിടെ പോയി നോക്കിക്കോ. അധികം തലയിൽ കയറി നിരങ്ങാൻ നിൽക്കണ്ട, കൊന്നുകളി ഞാൻ. നമ്മളെന്തൊരു ഒത്തൊരുമയല്ലേ ചിമ്മേട്ടാ? ബാക്കി എല്ലാരും അതാ തല വിടുന്നു. അവർക്കൊക്കെ ഒരു ഗെയിമെങ്കിലും കിട്ടി, നമുക്കെന്താ കിട്ടിയ? ടൈം അപ്പ്. ജസ്റ്റ് മിസ്. നമ്മുടെ ട്രഷർ ഹണ്ട് ഗെയിം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. അപ്പോ വിന്നർ ആരാന്ന് അറിയണ്ടേ? അപ്പോ ഫസ്റ്റ് ആരൊക്കെയാ ട്രൈ ചെയ്യേണ്ടത്? ഞങ്ങളുടെ സോറി, റോങ് കീ. അയ്യേ ചേട്ടാ, ഞാനിപ്പോ വരാവേ. അവിടെ നെക്സ്റ്റ് ഞങ്ങളുടെ இதுவரை துடித்ததில்லை, இப்போ துடிக்கிறதே. என் மனசு இதுவரை பறந்ததில்லை, இப்போ பறக்கிறதே.
പ്രതീക്ഷിച്ചില്ല. എന്തായാലും കൊള്ളാലേടാ. അയ്യോ അമ്മച്ചി, இது சுகமா வலியா புரியவில்லை. கொஞ்சம் சுகமும் கொஞ்சம் வலியும் சேர்ந்து துரத்துகிறது.